ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ടും അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വെജ് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണ ഇതുപോലൊരു നൂഡിൽസ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൂഡിൽസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് തുടങ്ങുകയാണ്. ഈ തിളച്ച് തുടങ്ങുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ നൂഡിൽസ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ നൂഡിൽസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. കൂടെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 5 മിനിറ്റ് മാത്രം നമ്മളൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതിയാവും. അതായത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വേകാൻ പാടില്ല. ഏകദേശം ഒരു 90% മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. പിന്നീട് നമ്മളിത് എടുക്കുന്ന ആ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടും. അതിൻ്റെ പേരിലാണ് ഫുള്ളായിട്ട് വേവിച്ചെടുക്കരുതെന്ന് പറയുന്നത്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ നൂഡിൽസ് എല്ലാം നന്നായിട്ട് ഇന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി കൂടുതൽ സമയത്ത് നമ്മൾ വേവിച്ച് അത് ഒരുപാട് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിന് മാറ്റാവുന്നേ. ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഞാനിപ്പോൾ അരിപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കേണ്ട, പകരം ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് ഏറ്റവും നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി നമുക്കിതിലേക്ക് ഒരു 7-8 ചെറിയ വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മുടെ ഈ നൂഡിൽസിന് വെളുത്തുള്ളി അല്ലിയുടെ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുന്നത് ടേസ്റ്റ് കൂടുതൽ കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വെളുത്തുള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 3 പച്ചമുളക് ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ ഒരേ ഒരു സവാള ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടിയാണ്. നമ്മുടെ ഈ നൂഡിൽസ് എല്ലാം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചടപുടയെന്ന് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂഡിൽസ് തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈയിൽ തന്നെ വെച്ചിരിക്കണമെന്ന്. ഇതുപോലെ നമ്മുടെ സവാളയും ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മീഡിയം സൈസിൽ ഒരു ക്യാരറ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഹൈയിലാണ് ഒന്ന് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ചില്ലി സോസ് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. കുറച്ച് വറ്റൽമുളകും വിനാഗിരിയും ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി. ടൊമാറ്റോ സോസും വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ സോയ സോസാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം.
ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് നമ്മുടെ ഈ സോസ് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നൂഡിൽസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നമ്മുടെ ഈ വെജിറ്റബിൾസും അതുപോലെ തന്നെ ആ സോസും മസാലകളും എല്ലാം നമ്മുടെ നൂഡിൽസിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തേക്കണം. നൂഡിൽസ് ഒന്നും ഒരുപാടിട്ട് പൊടിക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു രീതിക്ക് ഇരിക്കുന്നതാണ് ആ നൂഡിൽസിൻ്റെ ആ ഒരു കറക്റ്റ് ഭംഗി എന്ന് പറയുന്നതും കഴിക്കാനും ആ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ ഈ നൂഡിൽസ് വാങ്ങിയതിന് ശേഷം ഒരുപാട് കൈവച്ച് അങ്ങനെ പൊടിച്ചൊന്നും ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിലേക്കൊന്ന് ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി. ഇനി ഇതിലേക്ക് ലാസ്റ്റിലായിട്ട് ഒരല്പം ലെറ്റ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൈനീസ് ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല നമുക്ക്. ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്തെല്ലാം ഫ്ലെയിം ഹൈയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ഈ വിനീഗറും അതുപോലെ തന്നെ കുരുമുളകും ലെറ്റ്യൂസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കില്ലേ, അതേ രുചിയിൽ നമുക്ക് ചില റെസ്റ്റോറൻറ്റിൽ മാത്രം കേട്ടോ, എല്ലായിടത്തും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കിട്ടാറുള്ളത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നൂഡിൽസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.